ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നത്തെയും പോലെ അടിപൊളി ഒരു കിടുക്കാച്ചി ടിപ്പുമായിട്ടാണ് ഇന്നും വന്നത്. എന്താ ഒരു ബ്യൂട്ടി ടിപ്പ് തന്നെയാണ് കേട്ടോ ഇതും. എല്ലാവരും ചെയ്ത് നോക്കണം. നല്ല റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. നമ്മുടെ മുഖക്കുരുവൊക്കെ മാറണ്ടേ, നാണക്കേടല്ലേ മുഖക്കുരുവൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പാടുകളൊക്കെ മാറണ്ടേ. അപ്പോൾ നമ്മുടെ മുഖക്കുരുവിന് വേണ്ടി ഒരു നല്ലൊരു മുഖക്കുരുവിന് വേണ്ടിയുള്ളതല്ല കേട്ടോ, മുഖക്കുരു മാറാനും വരാതിരിക്കാനും ഒക്കെ അതിന് വേണ്ടിയുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ഇത് 2-3 ദിവസം കൊണ്ടാണെങ്കിൽ ഞാൻ പെടുന്ന പാടൊന്നും പറയണ്ട. അവനെ ഞാൻ തുരത്തി ഓടിച്ചു കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണേ. നമുക്ക് നമ്മുടെ വീഡിയോ ഒക്കെ കാണാൻ പോകാം കേട്ടോ. നമ്മുടെ കിടുക്കാച്ചി ഐറ്റം ഏതാണെന്നറിയാമോ? ഇതേ 2-3 ദിവസം കൊണ്ട് ഒരു സ്പീക്കറിന് എൻ്റെ മൂക്കിൻ്റെ തുമ്പത്ത് വന്നു കൂടി. എന്തായാലും 2 ദിവസം കൊണ്ട് ഞാൻ ഒത്തിരിയൊക്കെ അടിച്ചമർത്തി. ഭയങ്കര വേദനയായിരുന്നു. ഭയങ്കര വേദനയെന്ന് വെച്ചാൽ നമ്മുടെ ഈ മൂക്കിൻ്റെ ഇവിടെ ആയിരുന്നു കേട്ടോ. ഭയങ്കര വേദനയായിരുന്നു. ഇന്നോടുകൂടി അവൻ ക്ലോസ് ആയി കേട്ടോ. ചെറിയൊരു നെല്ലിപ്പൊക്കെ ഉള്ളൂ. ഞാൻ ചെയ്ത ആ കിടുക്കാച്ചി ഐറ്റം എന്താണെന്ന് നിങ്ങളോട് ഞാൻ പറയാൻ വന്നേക്കോ ഇന്ന് കേട്ടോ. അയ്യോ, എന്തൊരു വേദനയായിരുന്നു എനിക്ക്. ഞാനിങ്ങനെ തൂത്ത് എന്തായാലും ഒരു പരുവത്തിൽ അവനെ താഴ്ത്തി എടുത്തു കേട്ടോ. ഇത്തിരിയും കൂടെ ഉള്ളൂ, കാണുന്നുണ്ടോ? വേണ്ട, ഇച്ചിരിയും കൂടെ ഉള്ളൂ. വേദന ഇന്ന് ഒട്ടുകയില്ല. ഇന്നലെ മെനഞ്ഞാതൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആ ചെയ്ത കിടുക്കാച്ചി ഐറ്റം എന്താണെന്ന് നിങ്ങൾക്കൂടെ പറഞ്ഞു തരാം. മുഖക്കുരു ഉള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു കിടുക്കാച്ചി ഐറ്റം ചെയ്ത് നോക്കിക്കോളൂ. നമുക്ക് വരാതെ ഇരിക്കാനും വന്നത് മാറാനും ഇങ്ങനെയൊക്കെ തുടുത്തൊക്കെ ഇരിക്കുന്നത് മാറാനും നല്ല ഒരു ടിപ്പാണ്. നമ്മുടെ ഒരു വാലാട്ടിക്കിളി മഞ്ഞ ഉണ്ടല്ലോ, വലിയ നീളമുള്ള വാലുള്ള ഒരു കറുപ്പും മഞ്ഞായിട്ടുള്ള ഒരു കിളി നമ്മുടെ ഞാനിവിടെ ചെടിച്ചട്ടി തൂക്കിയിട്ടുണ്ട് കേട്ടോ. അവനവിടെ വന്നിരിക്കുന്നു. അവനെ കണ്ടപ്പോൾ നല്ല രസമുണ്ട്. പിന്നെ നമ്മുടെ ഡാൻസിങ് കേളുണ്ടല്ലോ, പൂത്ത് നിൽക്കുക, അതിനകത്ത് അവൻ നിന്ന് തിരുവാതിര കളിച്ചുകൊണ്ട് നിൽക്കുന്നു. പോയി. ഇന്ന് അതാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അതേ കണ്ടോ, മുഖക്കുരു നല്ലൊരു അങ്ങനൊന്നും എനിക്ക് മുഖക്കുരു വരാത്തതാണ്. എങ്ങനോ വന്ന് പെട്ടതായിരുന്നു കേട്ടോ. അവനെ എന്തായാലും ഞാൻ തുരത്തി ഓടിച്ചു. ഇച്ചിരിയും കൂടെ ഉള്ളൂ. ആ പാടൊക്കെ ഒന്ന് മാറാനും ഇനി അഥവാ പൊങ്ങിയങ്ങാണം വന്നാലോ എനിക്ക് പേടിയാട്ടെ. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവം. അതിന് വേണ്ടത് എന്താണ്? ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളിയും ചെറുതേനുമാണ്. ചെറുതേനോ വലിയ തേനോ? തേനെന്ന് പറയാൻ നമുക്ക് ചിലയിടത്ത് ചെറിയ തേൻ കാണത്തില്ല, വലിയ തേനീച്ചയുടെ തേനെ കാണത്തുള്ളൂ. ഇത് നമ്മൾ ചെറുതേനായിട്ടോ നമ്മളിവിടെ വാങ്ങിച്ച് വെച്ചേക്കുന്നത്. ചെറുതേന നമ്മുടെ ഈ തിടിലയിലൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് തേനെടുക്കാൻ വരുന്നവർ ഒരു പ്രാവശ്യം ഞാൻ വന്നു കഴിഞ്ഞ് എടുത്ത് തന്നിട്ടുണ്ട്. പുള്ളി അങ്ങ് മരിച്ചുപോയി കേട്ടോ. സ്വർഗത്തിലിരുന്ന് വല്ല കേൾക്കുന്നുണ്ടോ? ഇതൊക്കെ ഞാൻ ഓർമ്മിപ്പിക്കുന്നതല്ല. പുള്ളിയുടെ കാര്യം പറയുന്ന മേളിലങ്ങാണ് ഇരുന്ന് കാണുന്നുണ്ടാവും. ഈ കൊച്ചിന് എന്തൊരു സ്നേഹമാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൂപ്പനായിരുന്നു കേട്ടോ. അവരെ പറയുന്നത് എന്താ, ആദിവാസി നമ്മുടെ ഇവിടെ താമസം ഉണ്ടായിരുന്നു. ഇപ്പം അവരൊന്നും ഇല്ല കേട്ടോ. ആദിവാസി മൂപ്പന്മാരോ അങ്ങനെ കണ്ട് അവരെ പറയുന്നത്. അവൻ അന്ന് എടുത്ത് തന്നായിരുന്നു. ഇതിപ്പോൾ നമ്മൾ അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിച്ച നമ്മുടെ തൂക്കി വാങ്ങിച്ചതാണ് ഈ ഒരു തേൻ കേട്ടോ. നമുക്ക് ചെറുതേനും ചെറിയ ഉള്ളിയുടെ നീരുമാണ് വേണ്ടത് കേട്ടോ. കുറച്ച് മതി. നമുക്ക് മുഖത്ത് മൊത്തം വേണമെങ്കിൽ നമുക്ക് ചെയ്യും, ഒരു കുഴപ്പമില്ല. വരുന്നതൊക്കെ അങ്ങ് അമർന്നങ്ങ് പോയിക്കോളും കേട്ടോ. ഇത് ചെയ്താൽ ഉള്ളിനീരിന് ചെറിയ എരിച്ചിലുണ്ടല്ലോ നമ്മൾ എടുക്കുമ്പോൾ. ആ ഒരു എരിച്ചിൽ മാറാൻ നമ്മൾ പിഴിഞ്ഞ് ഇത്തിരി നേരം വെച്ചിരുന്നാൽ മതി. ഒരു 10 മിനിറ്റൊക്കെ, ഞാൻ ഇച്ചിരി നേരമായി വെച്ചിട്ട് ഒരു 10 മിനിറ്റൊക്കെ നമ്മൾ വെളി വെച്ചിരുന്നാൽ മതി. അഥവാ നിങ്ങൾക്ക് പെട്ടെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലോട്ട് അങ്ങോട്ട് വെച്ചിരുന്നാൽ മതി. തുറന്ന് തന്നെ അങ്ങോട്ട് വെച്ചാൽ ഇതിൻ്റെ ആ എരിവുണ്ടല്ലോ അതങ്ങ് മാറിക്കിട്ടും കേട്ടോ. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞ് ചിലർ ചോദിക്കും നീറത്തില്ലേ? ഒരു നീറ്റിലുണ്ടായിരുന്നു, പക്ഷേ ഇച്ചിരി നേരം വെച്ചിരുന്നാൽ മതി കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. കുറച്ച് നമുക്ക് ഈ ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂണ് നമുക്ക് ഈ മുഖത്തെല്ലാം വേണമെങ്കിൽ തേച്ച് പിടിപ്പിക്കാം. അഥവാ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ രാത്രിയിലൊക്കെ നിങ്ങൾ ഇച്ചിരി ഒന്ന് ചെയ്തിട്ടേ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്ന സമയത്തൊക്കെ കുറച്ച് നമ്മുടെ മുഖക്കുരുവുള്ള ഭാഗത്ത് ഇട്ട് കൊടുത്തു കേട്ടോ. അവന് ഒരു 2-3 ദിവസം കൊണ്ടൊക്കെ അങ്ങ് പൊയ്ക്കോളും കേട്ടോ. നമുക്ക് തേനെടുക്കാം.
എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് ഇച്ചിരി കട്ട് തിന്നാൻ ആരും കാണത്തില്ലല്ലോ, നിങ്ങൾ മാത്രമേ ഞാൻ ഈ കട്ട് തിന്നുന്നത് കാണത്തുള്ളൂ കേട്ടോ. ആരും കൊതി വിട്ടേക്കല്ലേ. എന്ത് ടേസ്റ്റാണ്. ഞാനേ ഒന്ന് കഴിയിട്ട് വരട്ടെ. ഞാൻ നക്കി തിന്നതല്ലേ, നിങ്ങൾ വിചാരിച്ചാൽ വൃത്തി കെട്ടത്. ഞാനൊന്ന് കഴിയിട്ട് വരാം കേട്ടോ. അപ്പോഴിതാ നമ്മൾ കൈയൊക്കെ അങ്ങോട്ട് കഴിയിട്ട് വന്നു. നിങ്ങൾ വിചാരിക്കത്തില്ല ഈ പെണ്ണ് ചിച്ചി പെണ്ണാന്നൊക്കെ, അതുകൊണ്ടാണ് കഴിയാൻ പോയി. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ കാണാതെ ഞാൻ അല്ലെങ്കിൽ അങ്ങനത്തെ വാരി തേച്ചനെ കേട്ടോ. അല്ല, ചിലർക്കൊക്കെ ഒരു ഇത് വരത്തില്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് അങ്ങോട്ട് മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ മുഖക്കുരു ഉള്ള ഭാഗത്ത് നമുക്ക് തേച്ച് കൊടുക്കാം. ആദ്യം തന്നെ നമ്മുടെ മുഖം നന്നായിട്ട് നമ്മുടെ പായ്ക്കുകളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് നന്നായിട്ടിത് മുഖം കഴുകിയിട്ട് വരണം കേട്ടോ. സോപ്പിട്ട് കഴുകിയിട്ട് വരണം കേട്ടോ. ഇച്ചിരി നേരം ഒന്ന് വെച്ചേക്കാം. ഇവനെ ഇവർ രണ്ടുപേരും കൂടെ ഒന്ന് കൂട്ടായിക്കോട്ടെ. ഒരു 5 മിനിറ്റ് നമുക്ക് വെച്ചിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. അതല്ലേ അതിൻ്റെ ഒരു ശരി. അപ്പോഴിതാ നമ്മുടെ തേനും ഉള്ളിനീരും ഒക്കെ മിക്സ് ചെയ്ത സംഭവം ഒരു 5-10 മിനിറ്റായി ഞാൻ പോയിട്ടൊക്കെ വന്നത്, കറങ്ങിയിട്ടൊക്കെ വന്നത്. അപ്പോൾ ഈ നമുക്ക് മുഖക്കുരു വരുന്ന സമയങ്ങളൊക്കെ നമ്മൾ സ്ത്രീകൾക്ക് എല്ലാവർക്കും അറിയാം കേട്ടോ. ചില സമയത്തൊക്കെ നമുക്കിത് വരാറുണ്ട്. എനിക്കും ചില സമയത്തൊക്കെ അങ്ങനെ വരാറുണ്ട് കേട്ടോ. പാവം നമ്മൾ എന്തൊക്കെ അനുഭവിക്കണം അല്ലേ. അതൊക്കെ മാറിക്കിട്ടും. എന്തായാലും വേദനകൾ നമ്മൾ സ്ത്രീകളായോ പല വേദനകൾ നമ്മൾ അനുഭവിച്ചേ ഒക്കത്തുള്ളൂ അല്ലേ. അതൊക്കെ ദൈവത്തിൻ്റെ ഓരോ വരദാനങ്ങളൊക്കെയാണ്. അതൊക്കെ നമുക്കങ്ങ് സഹിച്ച് അതിന് ഒന്നും ചില സമയത്ത് നമുക്ക് സങ്കടമൊക്കെ വരാറുണ്ടല്ലേ, സത്യമല്ലേ. എനിക്ക് ചിലപ്പോൾ സങ്കടമൊക്കെ വരാറുണ്ട്. പിള്ളേരെ ഒന്നും പറയണ്ട, ആരോട് പറയാനേ, ആര് കേൾക്കാനോ. സങ്കടമൊക്കെ നിങ്ങൾക്ക് വരാറുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. സുപ്പേ സത്യമാണ്, സങ്കടം വരുമെന്ന്. എനിക്ക് സങ്കടം വരാറുണ്ട് ചില സമയത്ത് കേട്ടോ. പാവം നമ്മൾ. അപ്പോൾ അതൊക്കെ പോട്ടെ, നമുക്ക് നമ്മുടെ ആ മിക്സ് ഒന്ന് തേച്ച് കൊടുക്കാം. എനിക്ക് ഇവിടെ ആവുന്നില്ല. മോക്ക് വരുന്ന സമയമുണ്ടല്ലോ, പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു നെളിപ്പ് കണ്ടാൽ കൂട്ടുകാരികൾ പറയും, എനിക്കറിയാം നിന്നെ ആരോ ലൈൻ അടിക്കുന്നുണ്ട്, നിന്നെ ആരോ സ്നേഹിക്കുന്നുണ്ട്, നിന്നെ ആരോ പ്രേമിക്കുന്നുണ്ട് അല്ലേ. നമ്മളോട് അങ്ങനെ പറയായിരുന്നു ആ സമയത്തൊക്കെ. ഞാൻ ഈ മോക്കിൽ വരുമ്പോൾ എപ്പോഴും ഓർക്കും കേട്ടോ. ഇപ്പം പിന്നെ എന്നെ പ്രേമിക്കാനും സ്നേഹിക്കാനും എൻ്റെ സുരേഷാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോഴേ എൻ്റെ ഇവിടെ ആയിരുന്നു, എൻ്റെ ഒരെണ്ണേ ഉള്ളൂ കേട്ടോ, ഒരെണ്ണേ ഉള്ളൂ. അവനെ ഞാൻ എന്തായാലും 2-3 ദിവസം കൊണ്ട് അവനെ ഞാൻ ശരിയാക്കി കേട്ടോ. തറ പറ്റിച്ചെന്ന് തന്നെ പറയാം. മൂക്കിൻ്റെ തുമ്പായതുകൊണ്ട് നമുക്ക് ചൊറിച്ചിലൊക്കെ വരും. ഇങ്ങനെ നമ്മൾ ആ ഉള്ള ഭാഗത്ത് ഇങ്ങനെ നിങ്ങൾ തൊട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒലിച്ചിറങ്ങുമ്പോൾ നമുക്കൊരു ചൊറിച്ചിലൊക്കെ ഇല്ല. ഇത് ഞാൻ ഒത്തിരി സമയമായി കേട്ടോ. ഇത് ഞാൻ ഉള്ളിനീരെടുത്ത് വെച്ചിട്ട് എനിക്കറിയാം, നമുക്കറിയാമല്ലോ ഇത് നീര് വന്ന്. അപ്പോൾ ഫ്രിഡ്ജിനകത്തോട്ടൊന്നും ഞാൻ എടുത്ത് വെച്ചില്ല. ഇച്ചിരി സമയം ഞാൻ വെളിയിൽ തന്നെ വെച്ചിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ തേക്കാം കേട്ടോ. നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗത്താണ് മുഖക്കുരു ഉള്ളത്? എൻ്റെ പൊന്നെ, ചിലർക്ക് നമുക്ക് പോലും സഹിക്കത്തില്ല കേട്ടോ. എല്ലാവർക്കും ഈ ഉള്ളിനീരല്ല, ഈ മുഖക്കുരു സത്യം അതേത് സിനിമാ നടിയാന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ പുതിയ ഇപ്പോഴും വന്നൊരു ഒരു കൊച്ചുണ്ടല്ലോ, അതിൻ്റെ പേര് മോളുണ്ടായിരുന്നെങ്കിൽ അവൾ പറഞ്ഞു തന്നേനെ. എനിക്കറിയത്തില്ല അതിൻ്റെ പേര്. അതിൻ്റെ ആദ്യം നമ്മുടെ ഇപ്പം വന്നതല്ലേ പുതിയൊരു കൊച്ചാട്ടോ. അതിൻ്റെ ആ മുഖം കണ്ടാൽ നമ്മൾ തന്നെ ഈ മുഖക്കുരു അങ്ങ് ചുമന്ന് തുടുത്തിരിക്കും കേട്ടോ. ചുമന്ന് തുടുത്തിരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം വേറെ സിനിമകളിലൊക്കെ കണ്ട് ഇത്തിരിയൊക്കെ ഒരു മാറ്റമുണ്ട് കേട്ടോ. അന്ന് ആ സമയത്ത് ഈ കവിളൊക്കെ നമ്മുടെ കവിളിൽ ഒരു മുഖക്കൊരു ചുമന്ന് തുടുത്തൊക്കെ വന്ന ഇതങ്ങ് ഒത്തിരി ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഈ 2 സൈഡിലും ഫുള്ള് ഇവിടെ എല്ലാം അതിനങ്ങ് മുഖക്കുരുവായിരുന്നു. നമുക്ക് അല്ല എന്തെങ്കിലും അലർജി വല്ല ആയിരിക്കും. ഇപ്പം പക്ഷേ അതിനൊത്തിരി മാറ്റമുണ്ട് കേട്ടോ. ചില സിനിമയ്ക്കകത്ത് എനിക്കറിയത്തില്ല അതിൻ്റെ പേരെന്തുവാന്ന്. ആ സിനിമയുടെ പേര് മറന്നുപോയി. പാട്ടിലെങ്ങും ഓർക്കുന്നില്ല കേട്ടോ. അതിന് ഒരുപാട് മുഖക്കുരു ഉണ്ടായിരുന്നു. ഒത്തിരി മാറിക്കിട്ടി. ഇതൊക്കെ ചെയ്തിട്ടായിരിക്കും. അതതിന് വേറെ ക്രീമുകൾ വല്ലതും തേച്ചായിരിക്കും കേട്ടോ. എന്തായാലും നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിനേ. രാത്രിയിലൊക്കെ ഇച്ചിരി ഫ്രിഡ്ജിനകത്ത് നമ്മൾ എന്താണോ ഒരു ഉള്ളിയുടെ നീര് മതിയല്ലോ, ഒരിച്ചിരി നമ്മൾ ആ ഭാഗത്തൊന്ന് എടുത്ത് രാത്രിയിലൊക്കെ ഒന്ന് ഉറങ്ങാൻ നേരം ഇങ്ങനെ അങ്ങോട്ട് തേച്ചിട്ട് ചാച്ചി കുങ്ങിയാൽ മതി. അപ്പോഴേ നിങ്ങളുടെ മുഖക്കുരു മാറും കേട്ടോ.
നമുക്ക് എല്ലായിടത്തും മുഖത്തെല്ലാം മറ്റേ പായ്ക്കൾ ഇടുന്നത് പോലെ തന്നെ നമുക്ക് മുഖത്തും മൊത്തത്തിലും നമുക്ക് ഇടാൻ കേട്ടോ, ഒരു കുഴപ്പമില്ല. പിന്നെ കുളിക്കുന്ന സമയത്തൊക്കെ ഇച്ചിരി ചൂടുവെള്ളം കൊണ്ട് ടവലിനകത്ത് നമ്മുടെ മുഖത്ത് ആവി കൊള്ളുന്നത് നല്ലതാണ്. മുഖക്കുരുവൊന്നും ഉണ്ടാവാതെ ഇരിക്കും കേട്ടോ. ഞാൻ അങ്ങനെയാണ്. ഇപ്പം എന്തോ എനിക്കറിയത്തില്ല, നമ്മുടെ സുരേഷണ്ണന് എന്തോ ഒരു പ്രേമോ സ്നേഹമോ എല്ലാം തോന്നിക്കാണും. അതുകൊണ്ടായിരിക്കും എനിക്ക് ഇവിടെ മൂക്കിൻ്റെ തുമ്പത്തൊരു മുഖക്കുരു വന്നതല്ലേ എന്ന് ഞാൻ അങ്ങ് വിശ്വസിക്കുക കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് ഇപ്പം എനിക്കൊരു മുഖക്കുരു വന്നത്. ഇതൊക്കെ ഇരുന്ന് തട്ടി വീഴുന്ന ദൈവമേ, വീഡിയോ വല്ല എടുത്ത് കണ്ടാൽ എന്നെ എപ്പോൾ ഓടിച്ച് കിട്ടെന്ന് ചോദിച്ചാൽ മതി. നീ എന്തൊക്കെയാണ് ഇരുന്ന് പറയുന്നത്, ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത പറച്ചിലാണല്ലോടി ഇതെന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴേ നമുക്ക് തുടച്ച് മാറ്റാം നമുക്ക് കേട്ടോ. 10-20 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുടച്ച് മാറ്റാം. പക്ഷേ ഈ മോക്കുരു ഇരിക്കുന്ന ഭാഗത്ത് തുടച്ച് മാറ്റണ്ട കേട്ടോ. മോക്കുരു ഇരിക്കുന്ന നിങ്ങൾ തുടച്ച് മാറ്റേണ്ടതാ. അതങ്ങനെ ഇരിക്കട്ടെ. ബാക്കിയുള്ളിടത്ത് വേണമെങ്കിൽ നമുക്ക് തുടച്ച് മാറ്റാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഇത് പായ്ക്കായിട്ട് നമ്മൾ എടുത്ത മൊത്തത്തിൽ ഈ ഒരു കുഞ്ഞ് സ്പൂണിനകത്താണ് ഞാൻ എടുത്തത്. എന്നിട്ട് നമുക്ക് അത് ബാക്കി വന്നേക്കും. ഇതിങ്ങനെ അങ്ങോട്ട് തൊട്ടി വരട്ടി. ഇപ്പോഴാ ആ ഉള്ളിനീരൊക്കെ ഉള്ളിനീരല്ല, നമ്മുടെ ഈ ഉള്ളിയൊക്കെ തണുപ്പല്ലേ, തണുപ്പാണല്ലോ. നമ്മുടെ ആ വാലാട്ടിക്കിളി ഇവിടെ വന്നു കേട്ടോ, ഞാൻ പറയുന്നത് കേൾക്കാൻ നമ്മുടെ പിച്ചിക്കകത്ത് വന്നു. അപ്പോഴിങ്ങനെ തൊട്ട് പുരട്ടിക്കൊണ്ടിരുന്നാൽ മതി കേട്ടോ. ഇച്ചിരി നമുക്ക് ഒരു സ്പൂൺ എടുത്താൽ നിങ്ങൾ വെറുതെ നിൽക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ട് തൊട്ട് പുരട്ടിക്കൊണ്ടിരുന്ന കേട്ടോ. ഒരു കുഴപ്പമില്ല നമുക്ക് ഈ മുഖക്കുരുവുള്ള ഭാഗത്ത്. ബാക്കിയുള്ള ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് ഇനി വരാതിരിക്കാനും വന്ന ആ മുഖക്കുരുവിൻ്റെ പാടുകളൊക്കെ മാറാനും ഒക്കെ നമുക്ക് നല്ലതാണ് തേനും ഈ ചെറു ഉള്ളിയുടെ നീരും കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. മുഖക്കുരു ഉള്ളവരൊക്കെ ചെയ്ത് നോക്കണം, ഇല്ലാത്തവരൊന്നും ചെയ്യണ്ട കേട്ടോ. അപ്പോൾ മുഖക്കുരു ഉള്ളവർ ചെയ്താൽ മതി. അല്ലാതെ വെറുതെ നമ്മൾ വരാതിരിക്കാനാന്നും പറഞ്ഞ് നമ്മളൊന്നും തേക്കത്തില്ലല്ലോ കേട്ടോ. അങ്ങനെ ചെയ്യണ്ട. മുഖക്കുരു ഉള്ളവർക്കൊക്കെ ഇങ്ങനെ ചെയ്യാം. വൃത്തിയാടല്ലേ മുഖത്തൊക്കെ ഇങ്ങനെ മുഖക്കുരു വന്ന പാടുകളൊക്കെ, കറുത്ത പാടുകളൊക്കെ, ചിലർക്കൊക്കെ ഭയങ്കര വെളുത്തവരൊക്കെ ആണെങ്കിൽ നല്ല വൃത്തിയേട് കാണും മുഖത്ത്, പാടൊക്കെ കാണുമ്പോൾ വൃത്തിയേടല്ലേ. അപ്പോഴും അങ്ങനെയൊക്കെ ഉള്ളവരെ ചെയ്തോ കേട്ടോ, ഒന്നും പേടിക്കണ്ട. പിന്നെ ഇത്തിരി നേരം വെളിയിലൊക്കെ വെച്ചിട്ട് നിങ്ങൾ എനിക്കത് കണ്ണൊന്നും നീർന്നില്ലല്ലോ, എൻ്റെ എന്തായാലും തൊട്ട് വരട്ടി തീർന്നു കേട്ടോ. ഇതേപോലെ ഇത്തിരി നേരം ഒരു 10 മിനിറ്റ് വെളിയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എടുക്കാനാണെങ്കിൽ ആ ഫ്രിഡ്ജിലോട്ട് ഫ്രീസറിനകത്തോട്ട് അങ്ങോട്ട് കയറ്റി വെച്ചാലും മതി. പെട്ടെന്ന് അങ്ങ് എടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. നല്ലൊരു കിടുക്കാച്ചി ടിപ്പാണ് കേട്ടോ. സൂപ്പ് കാണിച്ച് തന്നെ എന്തായാലും എൻ്റെ പോയി കേട്ടോ. ഇന്ന് നാളെ കൊണ്ടാവാൻ പോവും. 2 ദിവസം കൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. അയ്യോ, മറ്റേ 2 ദിവസം വേദനയായിരുന്നു. ഈ ഒരു മരുന്ന് ഞാൻ അങ്ങോട്ട് പ്രയോഗിച്ചു, അവൻ ഓടിപ്പോയി. മറ്റേ തൊടാൻ വയ്യായിരുന്നു മൂക്കിൻ്റെ തുമ്പത്തെ. ഇച്ചിരി വലുതായിരുന്നു, പക്ഷേ ഒരു നേരലിപ്പ് വന്നതേ ഉള്ളൂ. പഴുത്തതും ഒന്നുമില്ല. വേദന വരുമല്ലോ നമുക്ക്, ഈ മുഖക്കുരു വരുമ്പോൾ ഒരു വല്ലാത്ത വേദനയില്ലോ. ഇത് വേദനയൊക്കെ മാറിയുന്ന, അല്ലെങ്കിൽ തൊടാൻ നിൽക്കുമായിരുന്നോ എനിക്ക് കേട്ടോ. മുഖക്കുരു നല്ല വേദനയുണ്ട്. അപ്പോഴേ എല്ലാവരും ചെയ്ത് നോക്കണം. എൻ്റെ ഏകദേശം തീർന്നു. ആ ഭാഗത്ത് വരട്ടി മതി. പിന്നെ നമ്മൾ ഇങ്ങനെ പായ്ക്കായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കിക്കണം. അപ്പോഴേ നമ്മുടെ ടിപ്പും ഇതൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും പറയണം. മുഖക്കുരു ഉള്ളവരോടൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഇതൊന്ന് ചെയ്ത് നോക്കിന് വ്യത്യാസം ഉണ്ടാവും എന്നൊക്കെ പറയണം കേട്ടോ. ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ടല്ലേ പറഞ്ഞത് കേട്ടോ. മുഖത്ത് മൊത്തമായിട്ട് പെട്ടെന്ന് തുടച്ച് മാറ്റിക്കോളൂ. ആ മുഖക്കുരുള്ള മാത്രം അവിടെ വെച്ചിരുന്നാൽ മതി കേട്ടോ. എന്നാലേ നമുക്കത് അതിനകത്ത് അങ്ങോട്ട് പിടിച്ച് മാറത്തു കേട്ടോ. അപ്പോഴിന്ന് ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ. ഞാൻ നമ്മുടെ സുരേഷണ്ണൻ്റെ കാര്യം പറയുന്നതൊന്നും ചെന്ന് പറഞ്ഞേക്കരുത് കേട്ടോ. എൻ്റെ ദൈവമേ, വീഡിയൊന്നും കാണത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരുന്ന് ചറപറാന്നിരുന്ന് വർത്താനം പറയുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇത്ര ധൈര്യത്തെ പറയുന്നത്. നിങ്ങൾ കാണുവാണെങ്കിൽ ഒന്നും പറഞ്ഞു കൊടുക്കല്ലേ. എന്നെ എപ്പം ഗെറ്റ് ഔട്ട് അടിച്ചെന്ന് ചോദിച്ചാൽ മതി കേട്ടോ. ഒന്നും പറഞ്ഞു കൊടുക്കല്ലേ നമ്മുടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ പറയണം. പിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.
കേട്ടോ. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. പിന്നെ ആ ആക്ടറിൻ്റെ ആ സിനിമാ നടിയുടെ പേരൊന്ന് പറയാനേ അറിയാവുന്നതായിരിക്കും കേട്ടോ. എത്ര പേരെ കണ്ടവരാണെങ്കിൽ എനിക്കത് അതിൻ്റെ ഒരു പേര് ഓർമ്മയില്ല. മോൾ ഇവിടെ ഇല്ലല്ലോ, ആരും ഇല്ലല്ലോ. അല്ലെങ്കിൽ അവരോട് പറഞ്ഞായിരുന്നെങ്കിൽ അവർ ഇങ്ങനെ പറഞ്ഞു തന്നേനെ. നല്ല ഒത്തിരി മുഖക്കുരുവായിരുന്നു ആ കൊച്ചിന് കേട്ടോ. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. അത് ആ പാട്ടൊക്കെ ഓർമ്മയുണ്ട്, പക്ഷേ അങ്ങോട്ട് പറയാനങ്ങോട്ട് വെമ്പി നിൽക്കുക, അങ്ങോട്ട് വരുന്നില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയണം കേട്ടോ. അപ്പോഴും നമുക്ക് നല്ല വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം.